ഇന്നൊരു വൈകുന്നേരം ആയപ്പം വിചാരിച്ചു വീട്ടിലോട്ടൊന്ന് പോവാന്ന്. അതായത് ചേട്ടൻ്റെ വീട്ടിലോട്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകേണ്ടതായോണ്ട് ഇവിടെ നിന്നാണ് കുറച്ചുകൂടെ എനിക്ക് പോകാനൊക്കെ എളുപ്പം. അതുകൊണ്ട് ഇപ്പോൾ കുറേ നാൾ കൊണ്ട് വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇനി ഉടനെ നമ്മൾ തിരിച്ച് പോവും. അപ്പോൾ തേജുട്ടനെ ഇവിടെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം പുതിയ സ്റ്റൈലൊക്കെയാണ് കുട്ടി ഉറങ്ങുന്നത്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വന്നത് വേണ്ട ഈ ഒരു പാക്കറ്റ് എടുക്കാനാണ്. വീട്ടിലിരുന്ന ഒരു പാക്കറ്റ് ഫുള്ള് തീർന്നു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ വേഗം അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അധികം നേരം ഇവിടെ നിന്നില്ല. പിന്നെ കുറച്ച് തേജുവിൻ്റെ 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് വേണ്ടേ ഈ ഒരു കടയിൽ കണ്ടപ്പോൾ കുറച്ച് ചായയുടെ കൂടെ കടിക്കാൻ പറ്റിയ കുറച്ച് കടികളും കുറച്ച് പൊരിപ്പും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ വന്നപ്പോൾ ദാണ്ട നിൽക്കുന്നു എൻ്റെ കുട്ടി. ഉറക്കമൊക്കെ ഉണർന്നിട്ട് ചെറുതായിട്ട് അമ്മയുടെ വടക്കൊക്കെ ആക്കിയോണ്ട് അമ്മ അവിടെ ഇവിടെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ അകത്തുനിന്ന് പാലൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം തറയിൽ കിടത്തി. ഇപ്പോൾ വന്ന് വന്ന് തറയിൽ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമല്ല അവന്. കാരണം എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന് ഇപ്പോൾ തറയിലോട്ട് കിടത്തുമ്പോഴേ കരച്ചില്ല. പിന്നെ ഒന്ന് അടക്കി അവിടെ കിടത്തിയിട്ട് നേരെ ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് എനിക്കിഷ്ടമുള്ള 2-3 സാധനമൊക്കെ എടുത്തിട്ട് നേരെ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അലമ്പാക്കിയോണ്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ കൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ മുറ്റത്തോട്ട് ഈ ഒരു ഇങ്ങനെ കൊണ്ട് നടപ്പേ ഇല്ല. കാരണം മഴയായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ. ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പുറത്ത്. പിന്നെ അമ്മ നേരെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം ഒരുക്കി തൂത്തൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ തേതേണ്ട ഇവിടെ ഒരാൾ മഴയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് ഫുൾ ടൈം മുറ്റത്ത് തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും അകത്ത് കസേര കിടന്ന് നല്ല ഉറക്കമാണ്, തണുപ്പൊക്കെ പിടിച്ച്. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഇന്ന് നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞാനും തേജോട്ടനും കുറേ നേരം ആ മതിലിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് അവിടെയൊക്കെ കാണുമായിരുന്നു. പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മളൊരു 6:30 ആയപ്പോഴത്തേന് സന്ധ്യ ആയപ്പോഴത്തേന് അകത്ത് കയറി. പിന്നെ നേരെ അഞ്ചാറിനെ വിളിച്ച് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേന് 6:45 ആയി. അപ്പോഴത്തേനും അമ്മ താമസിച്ചിരുന്ന് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നല്ലതായിട്ട് ഇരുട്ടി. അങ്ങനെ തേജുട്ടനെ കുറച്ച് നേരം അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് കിടക്കാൻ പോയാണ്. പിന്നെ ബഹളം കേട്ട് തിരിച്ച് വന്നപ്പോൾ കാണാൻ അമ്മയുടെ കയ്യിലിരുന്ന് ഒട്ടും കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൊണ്ട് ഉറക്കിയൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ബൈ.